പുതിയത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പഴയ രീതി ലൈസൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റോട്ടിലിറങ്ങി അറിയാമല്ലോ ഓരോ ഇത്. പുള്ളി പറയണ കാര്യമാണ്. ചില കറക്റ്റായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മരാക്ക് എറണാകുളത്തോട്ട് ഓടിക്കാം. അല്ലെങ്കിൽ എല്ലാവരുടെയും മേത്ത് ഇടിച്ചു പോകുന്നത്. ഇവിടെ തന്നെ എക്സ്ട്രാ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ട്. ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് നല്ല പാഠങ്ങൾ പഠിച്ച റോഡിലോട്ട് വരുന്നതായിരിക്കും കൂടുതലും കുറച്ച് നല്ലത്. ഒരുപാട് സ്ട്രിക്ട്നെസ് വേണ്ട, ഒരു പരിധി വരെ നല്ലതായിരിക്കും തോന്നുന്നു. നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടപ്പിലാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ ഒന്ന് കേട്ടറിയാം അവരുടെ പ്രതികരണങ്ങളിലേക്ക്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അതാണ്. ഞാൻ ഒരു എക്സ് സർവീസ്മാനാണ്. ഞാൻ കണ്ണോളത്തോളം ഞാനിവിടെ ഒത്തിരി ഡ്രൈവിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് കുറച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ യു ടേൺ തിരിയണം, എവിടെ സിഗ്നലിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നോ ഒന്നും ആർക്കും അറിയില്ല. 1 കിലോമീറ്റർ ഓടിക്കുക പോലും ഇല്ല. 100 മീറ്റർ ഓടിച്ചിട്ട് ലൈസൻസ് കൊടുക്കുന്ന പ്രൊസീജിയർ അത് എടുത്ത് മാറ്റണം. 8 എടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ H എടുക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. അതല്ല, റോട്ടിൽ കൂടി ഓടിച്ച് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പുതിയത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പഴയ രീതി ലൈസൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റോട്ടിലിറങ്ങി അറിയാമല്ലോ ഓരോ ഇത്. അതനുസരിച്ച് അതിന് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഞാൻ 2010 എടുത്തതാണ്. പുതിയ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എങ്ങനെ ഇതിൻ്റെ ഇത്. അതുകൊണ്ട് ഫുള്ളൊന്ന് പറയാൻ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കാണുകയാണെന്നെങ്കിൽ അതിലെന്തെങ്കിലും പറയാൻ അഭിപ്രായം. അത് ശരിയല്ല. ഡ്രൈവിംഗ് സ്കൂൾ ഓൾറെഡി ഭയങ്കര റേറ്റാണ് ഇപ്പോൾ വാങ്ങണത്. ഇപ്പോൾ 2 വീലറും 4 വീലറും എടുക്കുമ്പോൾ തന്നെ 14,000 രൂപ അടുത്ത് വരും. അതുകൂടാതെ ഹെവി ആണെങ്കിൽ എങ്ങനെ പോയാലും ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ 25,000 രൂപയാണ്. സാധാരണക്കാരൻ ഒരിക്കലും താങ്ങാൻ പറ്റില്ല. പിന്നെ പുള്ളി പറയണ കാര്യമാണ്. ചില കറക്റ്റായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മരാക്ക് എറണാകുളത്തോട്ട് ഓടിക്കാം. അല്ലെങ്കിൽ എല്ലാവരുടെയും മേത്ത് ഇടിച്ചു പോകുന്നത്. ഇവിടെ തന്നെ എക്സ്ട്രാ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ട്. ആരുടെയും ഡ്രൈവിംഗ് മിക്കവാറും ശരിയല്ല. മരാക്ക് ഡ്രൈവിംഗ് പഠിച്ചാൽ മരാക്ക് ഓടിക്കാം. കുറച്ചൊക്കെ ശരിയാണ്, കുറച്ചൊക്കെ തെറ്റല്ലേ. ആളുടെ ആ ഒരു പരിഷ്കാരത്തിനെതിരായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവർ ചെയ്യണ ശരിയാണ്. കാരണം KSRTC ബസ്സായാലും എത്ര വർഷം പഴക്കമുള്ള ബസ്സാണ് പോണത്. അതിനൊന്നും ആർക്കും കുഴപ്പമില്ലെങ്കിൽ പഠിപ്പിക്കണതിന് എന്താ തെറ്റ്? ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഒരാളാണ്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വേണം. കാരണം എന്ന് വെച്ചാൽ അത് ഒരുപാട് അടിച്ചേൽപ്പിക്കേണ്ട. മീൻസ് നമുക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇവിടെ. എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നെ നിയമങ്ങൾ വന്ന് തെറ്റിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് അവയർനെസ് വേണം. ലേണേഴ്സൊക്കെ കുറച്ച് സ്വന്തമായിട്ട് തന്നെ ആളുകൾ മീൻസ് അതിൽ തന്നെ കുറച്ച് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്വന്തമായിട്ട് പഠിച്ച് ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് നല്ല പാഠങ്ങൾ പഠിച്ച റോഡിലോട്ട് വരുന്നതായിരിക്കും കൂടുതലും കുറച്ച് നല്ലത്. ഒരുപാട് സ്ട്രിക്ട്നെസ് വേണ്ട, ഒരു പരിധി വരെ നല്ലതായിരിക്കും തോന്നുന്നു. എന്താ പക്ഷെ അടിച്ചേൽപ്പിക്കേണ്ട. അത് അവരായിട്ട് ചർച്ച ചെയ്ത് എടുക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. കാരണം അവരുടെ ഒരു സഹകരണം ഇല്ലാതെ നടക്കൂലല്ലോ അതെന്തായാലും.